ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളി പരിപ്പ് വടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. റിക്വസ്റ്റാണ്. അപ്പോൾ ഈ പരിപ്പ് വട ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളെടുത്തു. അതിലേക്ക് ഈ ഒരു കപ്പിന് 2 കപ്പ് സാദാ പരിപ്പ് വടപ്പരിപ്പല്ല, സാദാ പരിപ്പ് തന്നെ കേട്ടോ എടുക്കുന്നത്. ഇനി അടുത്തെന്താ നമ്മൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാ 2 കപ്പും പരിപ്പ് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം കുതിരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി അതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് വലിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ഇതാ ഇതേമാതിരി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഇതാ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ മിക്സിൻ്റെ ജാറിലിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. പറ്റ നൈസായി അരിഞ്ഞു പോരുത്. ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സാണ് കേട്ടോ. കുറച്ച് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് പൊടിച്ചത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. പരിപ്പിൻ്റെ പൊടിക്കാത്ത പരിപ്പ് കുറച്ച്, ഒരു 1/2 ടീസ്പൂണ് പരിപ്പ് നമ്മൾ പൊടിക്കാത്തത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കായപ്പൊടി കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് നോക്കട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റിന് നോക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിന് ശേഷം കാണാം. ഇപ്പോൾ ഇതാ 1/2 മണിക്കൂറൊക്കെ ഞാൻ കഴിഞ്ഞു. ഇനി നമുക്കിത് വടൻ്റെ മാതിരി പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു ഈ റിക്വസ്റ്റ് ചെയ്ത ആൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങളൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് യൂട്യൂബിലിടും ചെയ്യാം. അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പരത്തി നമ്മളെ വടൻ്റെ രൂപത്തിൽ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒഴിക്കുന്ന പണിയുള്ളൂ. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഞാൻ ഇട്ടെടുത്തതിന് ശേഷം ഓരോ വട ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് നല്ല എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ചെടുക്കാം. ഇനി നമുക്കിത് മറിച്ചും തിരിച്ചും ഞാൻ കുറച്ച് കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ആ 2 ഭാഗം ആയതിന് ശേഷം ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് പരിപ്പ് വട എടുത്ത് കോരി എടുക്കുന്നുണ്ട്. നല്ല എണ്ണ വാർത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. ചൂടുള്ള കട്ടൻ ചായയും ഇത് ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വട. അപ്പോൾ എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. സൂപ്പറാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് കോരി എടുത്തു. ഇനി സെക്കൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതേമാതിരി എല്ലാ മാവും ഇങ്ങനെ ഇതാക്കിയെടുക്കാം, പൊരിച്ചെടുക്കാം കേട്ടോ. എല്ലാ മാവും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3-4 എണ്ണം. അപ്പോൾ എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടു. അടിപൊളിയാണ്. ഉള്ളിൽ നല്ല, പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അടിപൊളി. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, ചൂടോടൊക്കെ കഴിക്കാൻ. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പരിപ്പ് വടങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ.